ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. 2026 പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പുതുവർഷത്തിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഉതകുന്ന പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ കിട്ടിയ ആ വചനങ്ങളാണ്, കണ്ടെത്തിയ ആ ദൈവവചനങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പുതുവർഷത്തിൽ ഏതൊക്കെ വചനം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇതിന് സെറ്റായി വരുന്ന വചനങ്ങൾ ഏതൊക്കെയാണെന്ന്. എല്ലാ അവസ്ഥകളിലും എല്ലാ ജീവിതാന്തസ്സിനും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ വചനങ്ങൾ ബൈബിളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് സൂട്ടബിളായിട്ടുള്ള ആ വചനങ്ങൾ തന്നെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വചനം എല്ലാം നല്ലത് തന്നെയാണ്. അപ്പോൾ കോരിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17, 2 കോരിന്തോസ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തും കഴിഞ്ഞ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായ കുറ്റബോധവും നഷ്ടബോധവും നേടാനാവാഞ്ഞ കാര്യങ്ങൾ, ഒറ്റപ്പെടുത്തൽ, മുറിവുകൾ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടേക്കുന്നേ. ഇനി അതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മൾ വിടാൻ തയ്യാറാകുമ്പോൾ തന്നെ അതിൽ കൂടെ വരേണ്ട മാറ്റങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല ആളുകൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കുകയും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് ഓടി വന്ന് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഇത് പണ്ടേ വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു, ക്ഷമിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പണ്ടേ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു, ഈ വെറുപ്പ് കളഞ്ഞിരുന്നെങ്കിൽ പണ്ടേ അത്ഭുതവും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നാനെന്ന് ഇപ്പം അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായി. ഇത്രയും വൈകിപ്പോയല്ലോ എന്നാണ് ഓർക്കുന്നത്. അതുകൊണ്ട് പറയാനും ചിന്തിക്കാനും പല കാരണങ്ങളും നമുക്കുണ്ടായേക്കാം. പക്ഷേ ദൈവവചനം പറയുന്നത് പോലെ ക്രിസ്തുവിലായിരിക്കുന്നവൻ, യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ പഴയത് കടന്നു, യേശുവിൻ്റെ നാമത്തെ പ്രതി പഴയതൊക്കെ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ ഇതാ പഴയത് മാറി പുതിയത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വചനം സാധിക്കുന്നത് പോലെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ കിടക്കുന്ന മുറിയിലോ മറ്റോ പഠിച്ചു കഴിഞ്ഞാൽ അത് കീറിക്കളഞ്ഞോ, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എടുത്തു വെച്ചോ പ്രാർത്ഥിച്ചോ. വചനമല്ലേ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഭയങ്കരമായ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീണ്ടും ജെറമ്യാ പ്രവചനം 29-ാം അധ്യായം 11. ഇത് നമ്മൾ ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു വചനമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് നമ്മളാരും തന്നെത്താനെ ഞാനൊന്ന് കുറച്ച് ഭൂമിയിൽ പോയി കുറച്ച് നാൾ ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കേരളത്തിൽ എറണാകുളത്ത് ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഒരു 10, 50 കൊല്ലം 60 കൊല്ലം ജീവിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് വന്നവരല്ല. നമ്മൾ പോലും ചോദിക്കാതെയും പറയാതെയും ഇതാ നമ്മുടെ മാതാപിതാക്കളെ ദൈവം തിരഞ്ഞെടുത്തു. പിന്നെ എത്രയോ മാതാപിതാക്കൾ, അവർക്കൊരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല, എത്രയോ ദമ്പതികൾ, പക്ഷെ അവർക്കൊരു കുഞ്ഞു പോലും ഉണ്ടാകാത്തവരെയും കാണാം. അതുകൊണ്ട് മാതാപിതാക്കളുടെ കഴിവോ മിടുക്കോ എന്നും മാത്രം പറയാൻ അവിടെ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയാണ്. ആരൊക്കെ ആയിരിക്കണം ഇയാളുടെ അപ്പൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ബന്ധുക്കൾ, അയൽവാസി, ഇതെല്ലാം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കി തന്നിട്ട് നമ്മളെ ഇങ്ങനെ വിട്ടേക്കണേണ്. അപ്പോൾ അതുകൊണ്ട് അത് ദൈവത്തോട് നന്ദിയോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ അത് നമുക്ക് വിജയപ്രദമാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് എന്ത് ആയാലും ഭൗതികമായി ഇവിടെ കുറേ നേട്ടങ്ങൾ മാത്രം നേടിയിട്ട് ആത്മീയമായിട്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി ഈ വചനം ജെറമ്യാ 29:11 വചനം വെച്ച് പ്രാർത്ഥിക്കണം. അടുത്തതാണ് സങ്കീർത്തനം 65:11. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളും സംവത്സരങ്ങളൊക്കെ ഇങ്ങനെ
കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യനോട് ചോദിച്ചു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, 26 ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു 27 എന്ന് പറഞ്ഞു. ബ്രൈസറോ ഞാനിപ്പോഴും 25-26 തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കണേ. അപ്പോൾ പറഞ്ഞു 27 വർഷമായി എന്ന് പറഞ്ഞ്. ബ്രൈസലോ ഹാലേലൂയ. 27ാമത്തെ വർഷത്തിലേക്ക് കടന്നു. 1999 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. 2000 മൂത്ത മകൾ സ്നേഹ ജനിച്ചത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോ വർഷവും എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ ജീവിക്കുന്ന ദിവസങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും അഭിഷേകം ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഈ വർഷം ചീത്തയാണെന്നോ കഴിഞ്ഞ വർഷം അതിനേക്കാൾ ചീത്തയാണെന്നോ ഒന്നും പറഞ്ഞിരിക്കേണ്ട. ദൈവമേ, സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 65:11. ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും തീർക്കാനും വീട്ടാനും കൊടുക്കാനും ഒക്കെ ഉണ്ടായിരിക്കാം. അവിടെ എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കടന്നു വരും. വചനം വെച്ച് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. സങ്കീർത്തനം 65:11. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നടക്കാത്ത, തീർപ്പാകാത്ത, മുടങ്ങിപ്പോയ, മാറിപ്പോയ കാര്യങ്ങളിലെല്ലാം ദൈവീകമായ ഒരു തീരുമാനം അവിടുന്ന് സമൃദ്ധി കൊണ്ട്, അത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സമൃദ്ധി ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വീണ്ടും നല്ലൊരു സൂപ്പർ ഒരു മെസ്സേജാണ്. നിയമാവർത്തനം 11:12. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യവും അതിലുണ്ട്. വർഷത്തിൻ്റെ ആരംഭം മുതൽ, ഇന്നിപ്പോൾ 2026 ജനുവരി 1 വ്യാഴാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വർഷത്തിൻ്റെ ആരംഭം മുതൽ അപ്പം ഞാനിതുപോലെ കഴിഞ്ഞ വർഷം ഇവിടെ പ്രാർത്ഥിക്കാൻ എൻ്റെ ടീമിൽ വരുന്നവരോട് കൂട്ടായ്മ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ, അപ്പോൾ കഴിഞ്ഞ വർഷം 5 നിയോഗങ്ങൾ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനും 5 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അതിൽ മുഴുവൻ സാധിച്ചു കിട്ടിയ കാര്യങ്ങളും ഉണ്ട്. ഇതാ ഒരു 95% സാധിച്ചു കിട്ടിയ കാര്യങ്ങളുണ്ട്, 50% സാധിച്ചു കിട്ടിയ കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴും സാധിച്ചു കിട്ടാത്ത 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും അർജൻറ്റായിട്ട് ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ള കാര്യങ്ങളിൽ ദൈവിക ഇടപെടൽ അത്ഭുതം നടന്നു. ഞാനിത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരുന്ന എഴുതിക്കൊണ്ടുവന്ന നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പലരും പിന്നീട് ഒറ്റക്കായിട്ടും അല്ലാതെയും യൂട്യൂബിൽ കമൻസായിട്ടും വാട്സാപ്പിൽ മെസ്സേജായിട്ടും അല്ലെങ്കിൽ കാണുമ്പോഴും കൂട്ടായ്മ വരുമ്പോഴും വന്ന് പറഞ്ഞ പലരും ഉണ്ട്. അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വചനം മറന്നു പോകരുത്. നിയമാവർത്തനം 11:12. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും, അത് എപ്പോഴും എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു വചനം ഓടി വരുന്നുണ്ട്. സങ്കീർത്തനം 127:2. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. നമ്മൾ ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത, നമ്മൾ പറയും പ്രാർത്ഥിച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറമുള്ള നമ്മൾ പറയാത്ത ഓർക്കാത്ത കാര്യങ്ങളുണ്ട്. അതിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. ഇനി വേറെ ചിലർ ചോദിച്ചേക്കാം, പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ, സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം അറിയാൻ പാടില്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ ദൈവവചനത്തിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. മത്തായി 7:7. ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രാർത്ഥിക്കണം എന്തിനാണ്, പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് വചനം പറയുന്നത് എന്താണ്? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിന് തുറക്കപ്പെടും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയും, കരയുന്ന കൊച്ചിനെ പാലുള്ളെന്ന് പറയും. കൊച്ചിന് പാൽ കൊടുക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ കുഞ്ഞിന് വിശക്കുമ്പോൾ കുഞ്ഞ് കരയും, അന്നേരം അമ്മ പാല് കൊടുക്കും, അല്ലെങ്കിൽ അമ്മ പാല് കൊടുക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് അത് കഴിയുമ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹമാണ്, അത് പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമുക്ക് ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ പറയുമ്പോൾ ദൈവത്തിന് നമുക്ക് തരാനുള്ള കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ യോഹന്നാൻ 1:14 പറയുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മളിൽ മാംസം ധരിക്കുകയും നമ്മുടെ ജീവിതം വഴി ജീവിതത്തിലും നിറവേറുകയും ചെയ്യുന്നുണ്ട്. പ്രഭാഷകൻ 42:15 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രവൃത്തികൾ
വചനം വഴി നിറവേറ്റപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് നമുക്ക് വേണ്ട വചനം അയക്കും. നമുക്ക് വേണ്ടുന്ന വചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. വചനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തലങ്ങും വിലങ്ങും പ്രവർത്തിക്കും, തങ്ങി നിന്ന് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വചനം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടുന്ന് അതിനെ കടാക്ഷിച്ച് കൊണ്ടിരിക്കുന്നു. ആരെ? ഈ വർഷത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ബാങ്കിലെ കാര്യം ഉണ്ടാകാം, മക്കളുടെ പഠനത്തിൻ്റെ കാര്യം ഉണ്ടാകാം, ഗർഭിണിയായ മകളുടെ കാര്യം ഉണ്ടാകാം, ഉണ്ടായ ന്യൂ ബോൺ ബേബിയുടെ കുഞ്ഞിൻ്റെ കാര്യം ഉണ്ടാകാം, വീട് പണിയുടെ കാര്യം ഉണ്ടാകാം, അതുപോലെ വാഹനങ്ങൾ, യാത്രകൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ, അങ്ങനെ പല 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 കാര്യങ്ങളും. ഹ്യൂമൻ വാൺസ്, ആഡം സ്മിത്തിൻ്റെ വാക്കുകളിൽ, ഹ്യൂമൻ വാൺസ് ആർ generally unlimited in number. The way to satisfy them are always limited എന്ന് പറയും. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായ ആഡം സ്മിത്ത് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒട്ടനവധിയാണ്, പക്ഷെ അത് തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ പരിമിതമാണ്. പക്ഷെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറയുന്ന ഇതാണ്, മനുഷ്യരുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്, പക്ഷെ അവരുടെ ആർത്തിക്കുള്ള കാര്യങ്ങൾ, നിറവേറ്റാനുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെയും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഓരോ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ പുതുവർഷത്തിൽ എനിക്ക് ജോലി കിട്ടണം, വിസ കിട്ടണം, കല്യാണം നടക്കണം, കുട്ടി ഉണ്ടാകണം, അല്ലെ മക്കളെ കല്യാണം കഴിച്ചയക്കണം, നല്ല കാര്യം. ആ കൂട്ടത്തിൽ എന്നിലൂടെ ദൈവത്തിൻ്റെ കണ്ണും കാലും കൈയും കാതുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ ദൈവം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. വീണ്ടും അപ്പോൾ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കടാക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, കൃപാകടാക്ഷം ഉണ്ടാകണമെന്നൊക്കെ പ്രാർത്ഥിക്കുക. കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, എനിക്ക് ആവശ്യമായ കാര്യം കൂടെ ചെയ്ത് കിട്ടണം. അതാണ് അതിൽ ആ കടാക്ഷമെന്ന് ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട്. എൻ്റെ ദൈവം, എന്ത് നല്ല വേഴ്സാണ്! പ്രത്യാശയുടെ ദൈവം, അതായത് ഒരു പ്രത്യാശ നമുക്കുണ്ടാണ്. അത് ഇങ്ങനെ പറയും, കുതിരയെ വെള്ളം കുടിക്കാൻ തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും, പക്ഷേ വെള്ളം കുടിക്കണമെന്ന് ആര് തീരുമാനിക്കണം? കുതിര തന്നെ തീരുമാനിക്കണം, അല്ലേ? അപ്പം ഇതുപോലെ തന്നെ നമുക്ക് പ്രത്യാശ വേണം. ദൈവത്തിന് ഇതെല്ലാം ചെയ്തു തരാൻ കഴിയും. എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. എൻ്റെ കാര്യങ്ങളിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. എനിക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. എന്നെ കടാക്ഷിക്കുന്ന, എന്നെ സഹായിക്കുന്ന, കൃപരിയുന്ന ദൈവമേ അങ്ങേക്കാൻ നന്ദി പറയുന്നു. ഇതെല്ലാം റിലേറ്റഡാണ്. അപ്പോൾ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ, നിങ്ങൾക്ക് എന്ത് വേണം? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് വേണം? വിശ്വാസം വേണം. ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്തുവാണ്, സ്വപ്നത്തിലോ മറ്റോ എനിക്ക് കിട്ടിയ ഒരു ചിന്ത, ഇതുമായിട്ട് ഇപ്പോൾ അതിന് ശേഷം ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു വചനമാണ് ഇപ്പോൾ കിട്ടിയ ഇതാണ് യോഹന്നാൻ റോമ 15:13. അപ്പോൾ ആ വചനം ഇതാണ്, ഹെബ്രായർ 4:2. ഇന്ന് പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയ ഉറക്കത്തിൽ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇപ്പോഴും തങ്ങി. ഹെബ്രായർ 4:2. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യം ഇതാണ്. പ്രാർത്ഥിക്കുകയും ചെയ്യും, പള്ളിയിൽ പോവുകയും ചെയ്യും, വചനം വായിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. ഒരു ആചാര ക്രിസ്ത്യാനി, ഒരു ആചാര വിശ്വാസിയായിട്ട് പോകും. അതിലും പുറമെ ദൈവമായിട്ടുള്ള ആഴത്തിലൊരു ബന്ധത്തിലേക്ക് വരാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താ? അവരതിൽ വിശ്വസിച്ചില്ല. ഇതൊക്കെ ഈ വചനമൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന പലരും ഓടി തളർന്ന് ഇനി ഓടാത്ത ധ്യാനകേന്ദ്രവും പ്രാർത്ഥനയും പള്ളിയും ഒന്നുമില്ല, മടുത്തിരിക്കുന്നവരുണ്ട്. ഇനി എല്ലാം അവസാനിപ്പിച്ച് ഓൺലൈനിലിരിക്കുന്ന
കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മടുപ്പും മരവിപ്പെല്ലാം മാറ്റുക. ഇപ്പോൾ റോമ 15:13 പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. നിന്നെ നിറക്കട്ടെ എന്നല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വരും. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിലോ തലമുറയിലോ പെട്ട എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹം കിട്ടും. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ വിശ്വാസത്താൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പം അമ്മ മകൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം, അമ്മ വചനം കേൾക്കുന്ന ആ ഒരു നിയോഗത്തോടെ അമ്മയുടെ പ്രാർത്ഥന വഴി മകൻ്റെ ജോലി സംബന്ധമായ മേഖലയിലെ ആ ബ്ലോക്കുകൾ ദൈവം പരിശുദ്ധാത്മാവിടെ മാറ്റിക്കൊടുക്കും. അതുപോലെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇത് ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ അറിയാം. 35 വയസ്സായ ഒരു വ്യക്തി പറഞ്ഞത് ബ്രദറെ യൂട്യൂബിലൂടെ ബ്രദർ പോസ്റ്റ് ചെയ്ത ആ വചനം ആരോ എടുത്ത് ഫേസ്ബുക്കിലിട്ട ആ വീഡിയോ ഗൾഫിലിരുന്ന് കാണാനായിട്ട് ഇടയായി. അനുവാദമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അത് കേൾക്കാനായപ്പോൾ 35 വയസ്സായിട്ടും വിവാഹം നടന്നില്ലല്ലോ എന്ന് വന്ന് പറഞ്ഞ് വചനം വെച്ച് NLP ഇട്ട് ആ മേഖല പ്രാർത്ഥിച്ചു. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ കല്യാണം സെറ്റാക്കി. അടുത്ത ഇതിൽ വന്ന് കല്യാണം നടന്നു. എവിടെ നിന്നറിയാമോ? സ്വന്തം വീടിൻ്റെ, ലോകം മുഴുവനും പോയതാണ്. ഏതെല്ലാം നാട്ടിൽ പോയി ചായ കുടിച്ചെന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത് പെണ്ണ് കാണാൻ പോയത്. വന്ന വരവിലും പോയ പോക്കിലും 30-35 വയസ്സ് വരെ വർഷങ്ങളായിട്ട് ഇത് തന്നെ. പക്ഷേ സ്വന്തം ഇടവകയിൽ സ്വന്തം വീടിൻ്റെ അടുത്ത് 2 സ്റ്റോപ്പ് അകലെയായിരുന്നു ആ ഭാര്യയിൽ കിടന്നിരുന്നത്, കല്യാണം നടന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ മാത്രം എത്തിയത് ഇപ്പോഴാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. പ്രത്യാശ. ഒരമ്മ, മോനും ഭാര്യയും വരുന്നില്ല, കുഞ്ഞുങ്ങളില്ല. ഞങ്ങളൊരു മരിയന്ധ്യാനം ഒരിക്കൽ നടത്തിയപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ വന്നു. അവർ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അമ്മ മാത്രം വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തേ അവരുടെ വിശ്വാസവും കൊടുക്കണം. ഇവരിപ്പോൾ തർക്കക്കാരായി തീർന്നിരിക്കുക. അവരെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നും പറഞ്ഞ് 2 കുഞ്ഞിനെ കിട്ടി. 17 കൊല്ലോട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരായിരുന്നു. ഈ അമ്മ ധ്യാനം കൂടി നിയമം വെച്ചു പ്രാർത്ഥിച്ചു. അവരോട് പോയി പറഞ്ഞപ്പോഴൊക്കെ അവർ എതിർക്കുകയും തർക്കിക്കുകയും എല്ലാം ചെയ്ത. പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അടുത്ത ഇതിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മേരിച്ചേച്ചിയാണ്, മേരിച്ചേച്ചി എന്ന പേരും കൂടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വർഷങ്ങൾ കുറേ ആയ സംഭവമാണ്. പക്ഷേ ഒരു കൊച്ചുണ്ടായി, 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുണ്ടായി, വീണ്ടും അടുത്ത കൊച്ചുണ്ടായി. 2 കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 17.5 കൊല്ലം കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഈ കാര്യം നടക്കേണ്ട ആൾക്കാർ കട്ടക്കെതിരാണ്. ഞാനും ആദ്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ 36 കൊല്ലം മുമ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ അപ്പം കൊന്നുകളയും. അത്രയ്ക്കെതിരായിരുന്നു ധ്യാനവും പ്രാർത്ഥനയും ഇങ്ങനത്തെ കരിസ്മാറ്റ് അതിനോടെല്ലാം. അപ്പോൾ പക്ഷേ എൻ്റെ അമ്മ പല സൂത്രങ്ങളും പ്രയോഗിച്ച് എന്നെ പ്രാർത്ഥിക്കാനൊക്കെ വചനം കേൾക്കാനൊക്കെ വിടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ദൈവം അപ്പൻ്റെ കളുകൂടി മാറാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ 1800-ലധികം വീഡിയോകൾ പല വിഷയങ്ങളെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയണ സ്വഭാവമുള്ള പൊട്ടനാന്നും പറഞ്ഞിരുന്നത് എൻ്റെ കാര്യം പറഞ്ഞു. കർത്താവ് ഇത്രയും ഇതിൽ പോസ്റ്റ് ചെയ്യിച്ചു. അത്ഭുതങ്ങളും താക്കോലും പരിശുദ്ധാത്മാവ് തയ്ച്ചാലും 2 പുസ്തകങ്ങൾ അടിച്ചു. അതുപോലെ ശാലോൺ ടിവിയും ഗുഡ്നസ് ടിവിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി ടെലികാസ്റ്റ് ചെയ്ത ഗുഡ്നസ് ടി വിയിൽ പല എപ്പിസോഡുകൾ വചനപ്രഘോഷണം നടത്താനും പറ്റി. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റി. ഇതൊന്നും മഹത്വത്തിന് വേണ്ടി പറഞ്ഞതല്ല, അനുഭവങ്ങൾ ഷെയർ ചെയ്തതാണ്. നമ്മൾ ഉദ്ദേശിച്ച് വന്ന കാര്യം എന്താ? അപ്പൻ്റെ കളുകൂടി മാറണം, അല്ല അപ്പം മരിക്കാറായി കിടക്കുന്ന ചോരയൊക്കെ ഛർദ്ദിച്ച് അങ്ങനത്തെ അവസ്ഥ. എന്നാലും തല്ലിക്കൊന്നാലും ചാവൂലെന്ന് പറഞ്ഞ പോലത്തെ വേറെ വല്ലവരാണെങ്കിൽ പണ്ട് ചത്തു. പക്ഷെ അവിടെ നിന്ന് ദൈവം തിരിച്ച് കയറ്റുക മാത്രമല്ല 15 വർഷം പുതുപുത്തൻ വ്യക്തിയായിട്ട് ജീവിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങൾക്ക് നിധി വരെയും കിട്ടിയെന്നും പറഞ്ഞ് പള്ളിയിൽ വരെയും പോയി പറഞ്ഞിട്ട് പള്ളിയിലൊക്കെ വിളിപ്പിച്ചു ആളുകളൊക്കെ ഇങ്ങനെ. അപ്പോൾ 15 വർഷം അപ്പം ജീവിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്ന്, സ്വർഗം നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് വേറൊന്ന്. ഇന്ന് കേരളത്തിൽ നിന്ന് ആ അറ്റം മുതൽ ഈ അറ്റം വരെ പല ധ്യാന സെൻറ്ററുകളിലും പല വേദികളിലും ധ്യാനകേന്ദ്രങ്ങളിലും മാത്രമല്ല ജനമൈത്രി പോലീസിൻ്റെ കൂടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്, അതുപോലെ സ്കൂളുകളിൽ വ്യക്തിത്വ വികസനം, മദ്യത്തിനെതിരെയുള്ളത്, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, അങ്ങനെ പല പല ക്ലാസ്, കാറ്റിസം PTA വേണ്ടി, സ്കൂളിൽ PTA വേണ്ടി, പഠിച്ച സ്കൂളിൽ തന്നെ മണ്ടനാന്നും പറഞ്ഞ് നമ്മൾ എവിടെ കണ്ണുനീര് വീണോ എവിടെ വിഷമിച്ചോ ആ സ്കൂളിൽ തന്നെ PTA വേണ്ടി പഠനം വിജയകരമാക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ടിയൊക്കെയുള്ള ക്ലാസ്സുകളും മോട്ടിവേഷനും
ഉപദേശങ്ങളും എല്ലാം കൊടുക്കാൻ ദൈവം കൃപ തന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. പ്രൈസലോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ അങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കണം? നിർമ്മലമായിരിക്കണം, ശുദ്ധമായിരിക്കണം. നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. അങ്ങനെ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ കാര്യം പിടിവിട്ടുള്ള കളിയാണ്. ലെവൽ തന്നെ മാറും. ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, സൈക് സോമ നൂമ, ശരീരം, മനസ്സ്, ആത്മാവ്. മനുഷ്യന് ഇത് മൂന്നും ചേർന്നതാണ് ഒരു നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 1 കൊരിന്ത്യർ 2:9 പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതുക്കും മേലെ എന്ന് പറയും. അതായത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കുടുംബത്തിനാവശ്യമായത്, തലമുറകൾക്ക് ആവശ്യമായത്, പണ്ടൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്ന കാര്യം എന്താ പൂർവ്വകടം, ശാപം, എന്തോ പാരമ്പര്യ കെട്ടുകൾ, അങ്ങനെയുള്ള പല കഥകളും കേട്ടിട്ടുണ്ട്. അല്ലാതെ എല്ലാ വചനമൊന്നുമല്ല. പാരമ്പര്യമായിട്ടുള്ള ചില കെട്ടുകളും ചിലരുടെ കണ്ണുനീര് വീഴ്ത്തിയ അവസ്ഥകളും വേദനകളും. ഇനി ഇതിൽ നിന്നൊന്നും നമ്മൾ രക്ഷപ്പെടില്ല, മാറാൻ പോകണില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ അതൊക്കെ മേലെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം, ദൈവത്തിൻ്റെ വചനം വഴി മാറാത്തതെല്ലാം വചനം വഴി മാറും. അതുകൊണ്ട് ആ പാട്ടിൽ പാടില്ലേ, ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. ദൈവത്തിൻ്റെ വചനം മാറാൻ പോണില്ല. പക്ഷെ നമ്മളെ പുതുക്കി പണിയും. പഴയതെല്ലാം എഴുതി തള്ളിക്കളയും. വെറുതെ അല്ല ഈ ദൈവവചനത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാരായിരുന്നാലും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പുതുവർഷത്തിൽ ഈ 2026 തന്നെ മാറ്റങ്ങളും അത്ഭുതങ്ങൾ പെരുമഴ പോലെ വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ നിറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അനുഗ്രഹപ്പൂമഴ ചൊരിയൂ സകല കൃപാവരനേ, അനുഗ്രഹപ്പൂമഴ ചൊരിയൂ അനവരതം കൃപ ചൊരിയൂ അനശ്വരനാം ജഗദീശ. അപ്പോൾ ആ കരുണാമയൻ, ആ ജഗദീശൻ, ആ സർവശക്തൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആ ശക്തി, സർവശക്തനായ ദൈവം, കർത്താവായ യേശു ഇതാ ഈ പുതുക്കിപ്പണിയൽ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫിലിപ്പിയർ ലേഖനത്തിൽ 3:13 പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അതുകൊണ്ട് വിലകെട്ട കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ, ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇങ്ങോട്ടുള്ളതോ അങ്ങോട്ടുള്ളതോ ഏതും ആകട്ടെ, അതിനെ എന്ത് ചെയ്യണം? വിസ്മരിക്കണം. എന്നേക്കുമായിട്ട് നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി. ഫിലിപ്പിയർ 3:13 10 പറഞ്ഞു പ്രാർത്ഥിച്ചു. ഫിലിപ്പിയർ 3:13 എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അതുകൊണ്ട് ഇരു കൈകളും നീട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവം നമ്മളെ അനാഥരാക്കി കളയത്തില്ല. ജോബിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ പേരിട്ടവന് മാത്രമേ നിന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. എൻ്റെ മാമോസ പേര് ഫ്രാൻസിസ് എന്നാണ്. അപ്പൻ്റെ പേര് ചേർത്തിട്ടിരിക്കുക. പുറത്ത് വിളിക്കുന്നത് ഷൈജു ജോർജ്, വീട്ടിൽ വിളിക്കുന്നത് ഷൈജൻ. ഇനി ഷൈജൻ ആയാലും ഷൈജു ജോർജ് ആയാലും ഫ്രാൻസിസ് ആയാലും ഏതായാലും കൊള്ളാം. എന്താണ് ഇതാ പഴയ കാര്യങ്ങൾ, പൂർവ്വ മേഖലകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊന്നും ഒരു മെച്ചമുള്ള അനുഭവങ്ങളോ അവസ്ഥകളോ ആകണമെന്നില്ല. പക്ഷേ അവയെല്ലാം വിസ്മരിച്ചിട്ട് ആ ഡാറ്റ ഒന്നും കൊണ്ട് നമ്മുടെ മനസ്സ് നിറക്കണ്ട. ദൈവം ഇതെല്ലാം മാറ്റം വരും, പുരോഗതി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. ഞാൻ ഇങ്ങനത്തെ ഒരു പ്രതീക്ഷ വെച്ച് കഴിഞ്ഞ കൊല്ലം മുഴുവൻ പ്രാർത്ഥിച്ച പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ചില സാമ്പത്തികമായ ബാധ്യതകളുടെ കാര്യങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കുള്ള പോലെ
ഒരു കടവും ഒരു ബാധയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ ഇന്നാൾ ശുശ്രൂഷക്ക് വന്ന ആളുകളോട് ചോദിച്ചപ്പോൾ 1-2 വ്യക്തി ഒഴിച്ച് സത്യസന്ധമായിട്ട് ഭൂരിഭാഗവും ആൾക്കാരും കൈയും പൊക്കി എഴുന്നേറ്റ് നിൽക്കുകയാണ്, കടബാധയുള്ളവർ. അപ്പോൾ കടങ്ങളില്ലാത്തവരാരും ഇല്ല. പലരും റോളിംഗ് ആണ്, ചിലൊക്കെ ജപ്തിയായും മുടങ്ങിയൊക്കെ കിടക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രാർത്ഥിച്ച മേഖലയിൽ ബുൾഡോസർ വെച്ച് ഇടുക്കിച്ച് നിരപ്പാക്കുന്നത് പോലെ പല മാറ്റങ്ങളും അനുഭവങ്ങളും ദൈവം തന്നു. നിങ്ങൾക്കും കിട്ടും. പറഞ്ഞു കൊടുത്ത പലർക്കും കിട്ടിയതായിട്ട് എന്നോട് പറയുകയും വിളിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന കഴുത്തോളം മുങ്ങിയിരിക്കുന്ന അഗ്നിയിലൂടെ കടന്നുപോയാൽ, ജലത്തിലൂടെ കടന്നുപോയാൽ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ജലം നിന്നെ മുക്കിക്കളയുകയില്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് യേശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയമൊക്കെ ഉള്ളവർ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോ. യേശയ്യാപ്രവചനം 43-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ. ആത്മധൈര്യം കിട്ടും. വചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഈ നിരാശയും ശരിയാകാൻ പോണില്ല, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ എതിരായിട്ടുള്ള വാക്കുകൾ കേൾക്കുകയും സൂക്ഷിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറാൻ നമുക്ക് സാധിക്കണം. വീണ്ടും യേശയ്യാപ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങളും യേശയ്യാ 46:9 രണ്ടും ഒരേ കാര്യം തന്നെ, പക്ഷേ 2 വ്യത്യസ്തമായ മെസ്സേജുകളാണ് ഇതിൽ തരുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ, യേശയ്യാ 43:18, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. എൻ്റെ കാര്യം നോക്കുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. വേറെ വല്ലവരും പലതും പറഞ്ഞൊന്നും തലക്കയറ്റി വെക്കണ്ട. നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ല, അങ്ങനെ ആയിപ്പോയില്ല, അവരങ്ങനെ ചെയ്തില്ല, ഇവരിങ്ങനെ ചെയ്തില്ലേ, നമ്മുടെ തന്നെ ചിന്തകളുണ്ടാവും. അതെല്ലാം കളയും. എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് എന്നെക്കുറിച്ച് മേൽത്തരം പദ്ധതിയാണുള്ളത്. ഞാൻ നരകിച്ച് ദരിദ്രനായി, ദരിദ്രവാസിയായി, കടബാധയിൽ തിങ്ങി, എല്ലാം നശിച്ച് വീർപ്പൂട്ടി. പക്ഷേ ചിലരൊക്കെ സ്വയം വരുത്തി വെക്കുന്ന വരുന്നതും വരുത്തി വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സഭാപ്രസംഗം 7:29 പറയും, മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. വരവി കവിഞ്ഞ ജീവിത രീതികൾ കിട്ടുമ്പോൾ അടിച്ചു പൊളിച്ച് കളയും. അപ്പോൾ ഉറുമ്പിൽ നിന്നൊക്കെ നമുക്ക്, കൊഴിമുയലിൽ നിന്നൊക്കെ പല പാഠങ്ങളും പഠിക്കാനുണ്ട്. തേനീച്ച 1 മിനിറ്റ് റെസ്റ്റ് ഇല്ല, പക്ഷേ എയറോ ഡൈനാമിക് ലോ അനുസരിച്ച് ഇങ്ങനെ പറന്ന് തേനും കൊണ്ട് വരാൻ സൂക്ഷിക്കാൻ അതിനൊന്നും ഉള്ള ആ അവസ്ഥയും ശക്തിയൊന്നും ആ ജീവിക്കില്ല. പക്ഷെ അതിനത് അറിയില്ല. അതുകൊണ്ട് അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറന്നുപോയി തേനൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചും കൈകാര്യം ചെയ്തും നമ്മൾ പോയി അത് കട്ടെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടപ്പെടാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കുറേ പേരൊക്കെ ചോദിക്കും, വചനം വേണം കാശുണ്ടാകാൻ, സമൃദ്ധി ഉണ്ടാകാൻ. വെറുതെ കാലം നീട്ടിയിരുന്നിട്ട് സമൃദ്ധി ഉണ്ടാകുക. നല്ലോണം കഷ്ടപ്പെടണം, നല്ലോണം ജോലി എടുക്കണം. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചോദിപ്പിൻ, മത്തായി 7:7, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്ന് കിട്ടും. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, അന്വേഷിക്കണം, നല്ലോണം ഇറങ്ങണം. ഒരു വീട്ടിൽ പറഞ്ഞതാ, ഞങ്ങൾക്ക് മാത്രം കഷ്ടം, ചുറ്റും നല്ല വീട്. അപ്പോൾ 3-4 പേര് ആണുങ്ങളുണ്ട്, ആരും പണിക്കും വിലക്കും പോണില്ല. അപ്പോൾ പൂർവ്വസ്വത്തും പറഞ്ഞ് അതും തിന്ന് തീരാറായി. ഇങ്ങനെ ഇരിക്കണേ, എന്നിട്ട് സമൃദ്ധിയില്ല, ഉയർച്ചയില്ലെന്നും പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഉറുമ്പിനോട് നോക്ക്, കുഴിമുയലിൻ്റെ കാര്യം നോക്ക്. ഭൂമിയിലെ ഓരോ ആകാശത്തിലെ പറവകളെ, വയലിലെ ലില്ലികളാ. മത്തായി 6:25-33 വരെ. ഇതൊക്കെ നോക്കിയേ, 1 മിനിറ്റ് റെസ്റ്റ് ഇല്ല, ഓടി അടയ്ക്കുക. പക്ഷേ മനുഷ്യനെ പോലെ ഉത്കണ്ഠയില്ല. പകലന്തിയോളം അതിങ്ങ് ഓടി നടന്ന് കഷ്ടപ്പെട്ട് അതുങ്ങടെ അന്നേപ്പം കണ്ടെത്തുകയാണ്. മനുഷ്യനെ പോലെ ഉത്കണ്ഠയും ആത്മഹത്യയും ഒന്നും അവരുടെ ഇടയിലില്ല. എല്ലാ ബുദ്ധിയുള്ള മനുഷ്യൻ ആത്മഹത്യ ഒഴിഞ്ഞിട്ട് നേരമില്ല. അതുപോലെ അമ്മയുടെ വയറ്റിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മറ്റതുങ്ങളെ നല്ലോണം വളർത്താൻ, അല്ലെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യവും പ്രദാനം ചെയ്യാൻ ഒരുപാടുണ്ടാകേണ്ട എല്ലാതിനെ നല്ലോണം വളർത്തണം. എന്നിട്ട് വളർത്തണുണ്ട കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന അവസ്ഥ വേറെ ഏതെങ്കിലും ജീവികൾ ചെയ്യുന്നുണ്ടോ ഇതുപോലെ? ജ്ഞാനം 12:3 മന്ത്രവാദ വിശുദ്ധമായ അനുഷ്ഠാനം നിഷ്ഠൂരമായ ശിശിഹത്യ ഇവ മൂലം ആദ്യദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ തിരുമനസ്സായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശയ്യാ 43:18-19 വീണ്ടും പറയുക, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും പരിസരവും അവസ്ഥയെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇതങ്ങനെ ആവുള്ളൂ, ഇതിങ്ങനെ ആവുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും.
അവിടെയാണ് അപ്പുറത്താണ് ആ ഒരു മേഖലയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എബ്രായ 11:1 കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നൊരു ഉറപ്പും നമുക്കുണ്ടാണ്. ഒരു ഉറപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് പ്രത്യാശ എന്നല്ലല്ലോ. അതുകൊണ്ട് മുമ്പേ ഉള്ളതല്ല, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. യെശയ്യാ 45:3 പറയുന്നുണ്ട്, അന്ധകാരത്തിരിക്കുന്ന നിധികളും രഹസ്യത്തിരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുള്ള വചനമുണ്ട്, ബൈബിള് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രക്ക് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഈ വചനങ്ങളൊക്കെ ഉണ്ടാകും ആ കൂട്ടത്തിൽ. എനിക്കുറപ്പാണ്, പലരും എന്നോട് പറയാറുണ്ട്, ബ്രദറെ ഇങ്ങനെ ഇത്ര ഓരോ കാര്യത്തിനുള്ള ഈ വചനം ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഉപകാരമാണ്. ഓരോരോ കാര്യങ്ങൾക്കുള്ള വചനം. ഇപ്പോൾ പല്ലുവേദനക്ക് വരുന്നതിന് കാലുവേദനയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, വേദനക്കുള്ള മരുന്ന് എല്ലാത്തിലും ചിലപ്പോൾ പൊതുവായിരിക്കാം. അതുപോലെ വയറുവേദനയായിട്ട് വരുന്നവർക്ക് ചെവിവേദനയുടെ മരുന്നാണ് ഡോക്ടർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വചനത്തിൻ്റെ മേഖലയിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ ഓരോ കാര്യത്തിനുള്ള വചനങ്ങൾ കണ്ടുപിടിച്ച് ആളുകൾ പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയാണ്. വിവാഹം നടക്കാൻ വേണ്ടി യെശയ്യാ 34:16, ഉൽപ്പത്തി 2:18. ഇതാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യെശയ്യാ 54:13, യെശയ്യാ 44:3-4. സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി യെശയ്യാ 45:2-3, പ്രഭാഷകം 11:21, ഹഗായി 2:6-7, ഫിലിപ്പിയർ 4:19-20. വീട് പണിക്ക് വേണ്ടി ഹഗായി 2:1-9. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ജെറമ്യാ 29:4-6 വരെ. ഉത്കണ്ഠ മാറാൻ 1 പത്രോസ് 5:6-7 വചനം. സങ്കീർത്തനം 3:5-6 ഉറക്കം കിട്ടാത്തവർക്ക് വേണ്ടി. അയൽബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ എസെക്കിയേൽ 28:24 വചനം വെച്ച് വഴക്കു മാറാൻ, കെട്ടഴിയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, എത്രയും വേണ്ടത് രമ്യപ്പെടണം. ഇന്നിപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ ഇതാണ്, മുഖം തിരിച്ചു കളയുന്ന 2 സുഹൃത്തുക്കൾ ഒരു ചെറിയ വിഷമങ്ങൾ അവർ ഉണ്ടായതിൻ്റെ പേരിൽ നോക്കാറില്ല, മിണ്ടാറില്ല. പക്ഷേ ഇപ്പോൾ എന്നും പറഞ്ഞ് വിളിക്കുന്ന കേട്ട് ആരെ വിളിക്കുന്ന നോക്കിയപ്പോൾ ഈ വഴക്കിട്ടിരുന്ന ആ വ്യക്തിയാണ്. എന്നിട്ട് പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. അപ്പോൾ ആ കെട്ടങ്ങട അഴിഞ്ഞ് രണ്ടുപേരും ചിരിച്ചു, സന്തോഷമായി. അന്നൊരു വികാരത്തിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന പരസ്പരം മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ റോമ 15:13 ഓരോന്നിനുള്ള വചനങ്ങൾ ഉണ്ട്. അപ്പോൾ യെശയ്യാ 43:18-19 കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ, കുറ്റബോധമൊക്കെ ഉള്ളവർ അതൊക്കെ കളയുക. തെറ്റ് പറ്റാത്ത മനുഷ്യനില്ല. ഇനി കുമ്പസാരത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആരെയും പിടിച്ച് ഞെക്കി കൊല്ലുമൊന്നുമില്ല. പോയി നല്ലൊരു കുമ്പസാരം വൃത്തിയായിട്ട് നടത്തുക. അച്ഛനോട് പറയണം, എനിക്കിങ്ങനെ പല കാര്യങ്ങളും പറയാനായിട്ട് പോകുമ്പോൾ പേടിയാണ്, അല്ലെങ്കിൽ മറന്നു പോകും, പറ്റിയിട്ടില്ല, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സഹായിക്കും. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ കുമ്പസാരക്കൂട് എന്ന് പറയുന്ന സ്ഥലം, കണ്ണംകുന്നത്ത് ആശ്രമം, അച്ഛന്മാരും കന്യാസ്ത്രീകളും അൽമാരും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എപ്പോഴും കുമ്പസാരം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ പൊന്നുരുന്നി കപ്പച്ചിൻ്റെ ആശ്രമം, കുർബാന കഴിയുമ്പോഴൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ അവിടെയും കുമ്പസാരിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരുപാട് സംവിധാനം നമ്മുടെ ഇടവ പള്ളികളിലും ഒക്കെ കുമ്പസാരിപ്പിക്കും. ഒറ്റ പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട്. കുമ്പസാരത്തിന് മാത്രമുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒറ്റ പൈസയും കൊടുക്കണ്ട. പ്രൈസല്ലോ. അപ്പോൾ ദൈവം എത്രയോ സൗജന്യമായിട്ടാണ് ഓരോ വഴികൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ കാര്യം ഇതാണ്, കുമ്പസാരം വഴി മാനസിക രോഗം പോലും സുഖപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പല കേസുകളും കൗൺസിലിങ്ങൊക്കെ ചെയ്ത് കുമ്പസാരത്തിന് പറഞ്ഞു വിട്ടു. കുമ്പസാരം വഴി കാണാതെ പോയ സാധനം കണ്ടുകിട്ടി കേസ് തീർപ്പാകുകയും, കുമ്പസാരിച്ച് അപ്പനും അമ്മയും അവരുമാനും കൂടെ കുമ്പസാരിച്ച്, അപ്പോൾ കുമ്പസാരം കഴിഞ്ഞപ്പോൾ വിവാഹം ഒക്കെ വരാനിടയായി. നല്ല കുമ്പസാരം നടത്തി. പിന്നെ വഴക്ക് അവസാനിച്ച് ശത്രുവും മിത്രവും കൂടെ ഇവിടെ വന്നു, എൻ്റെ അടുത്ത് വന്നു. എൻ്റെ പ്രസംഗം കേട്ട ഒരു വ്യക്തിയേ ഉള്ളൂ, പക്ഷേ അവരുടെ ശത്രുക്കളും അവരുടെ ആൾക്കാരും എല്ലാവരും വന്നു. കാരണം ബ്രദർ, ഇത് ഭയങ്കര അത്ഭുതമാണ്, ഞങ്ങൾ തമ്മിൽ എത്രയോ നാളായിട്ടുള്ള കേസും വഴക്കുമാണ്. ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേസൊക്കെ പിൻവലിച്ച്. പിന്നെ ആർക്ക് വേണ്ടിയാ? ദൈവം തരാത്ത ഒന്നിനും വേണ്ടി ആരും ഒരു കേസും വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ശത്രുത വർദ്ധിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അന്ന് ആ കേസ് പിൻവലിച്ച ആ വ്യക്തിയുടെ അൾസർ രോഗം മാറിപ്പോയി. അൾസർ രോഗത്തിന് ഒത്തിരി നാളായിട്ട് വയറുവേദനയും പ്രശ്നവും കുരുക്കളും ചികിത്സയായിട്ട് നടന്നു മാറാതിരുന്ന ആ രോഗം ഒറ്റ കാര്യത്തോടെ മാറിപ്പോയി. മകൻ്റെ കല്യാണവും നടന്നു, ഒരു കല്യാണം നടക്കാത്തൊരു മകൻ്റെ കല്യാണവും നടന്നു. അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ യെശയ്യാ
ഇതാ ഞാൻ പുതിയ ഒരു കാര്യം, പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ വിളിക്കുന്നില്ലായിരിക്കാം, പെരുന്നാളിന് പോലും ഒന്നും വിളിച്ചില്ല, അല്ലെങ്കിൽ ഒരു നയാ പൈസ നിങ്ങൾക്ക് തന്നില്ല. അതല്ലേ കാര്യം. ഇനി പുറത്തൊന്നും പോകണമെന്നില്ല, നാട്ടിൽ തന്നെ ഉള്ളവരുണ്ട്. ഈ മോൻ പറയും ആ മോൻ തരട്ടെ, ആ മോൻ പറയും ഈ മോൻ പറയട്ടെ, ആ മക്കൾ പറയും പെമ്മക്കൾ നോക്കട്ടെ, പെമ്മക്കൾ പറയും ആ മക്കൾ നോക്കട്ടെ. ഇന്ന് വൃദ്ധ മന്ദിരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഇവൻ്റെ വീടിൻ്റെ മുകളിൽ ഹോസ്റ്റലുണ്ട്, അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അപ്പന ഇവൻ്റെ വീടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് റൂമിൽ തൽക്കാലത്തേക്ക് ആക്കിയേക്കണേ. ഷൈജു എവിടെയെങ്കിലും ഒന്നും ആക്കണമല്ലോ. ഞാൻ ചോദിച്ചാൽ എന്താണ്, കുറച്ച് നാൾ ഇവിടെ ഞാൻ നിർത്തിക്കോളാം, വാടക കൊടുത്തിട്ട് പോയതാണ്. പക്ഷേ അയാൾ ചില സമയത്ത് ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് മോനത് പറ്റണില്ല, എവിടെയെങ്കിലും ഒന്ന് ആക്കി തന്നെ ഒന്നും പറഞ്ഞിരിക്കണേ എന്നും പറഞ്ഞിട്ട്. ഞാൻ പറയാം അവിടെയോട് നിർത്തല, അവൻ്റെ മക്കൾക്ക് വല്ലവർക്കാണ് എന്തെങ്കിലും എങ്കിൽ അത് കൊണ്ടുപോയാൽ ചികിത്സിച്ചൊക്കെ ശരിയാക്കി എടുക്കുമല്ലേ. അപ്പനായിപ്പോയാ പുറത്താക്കി വിടാൻ വേണ്ടി എന്ന് ചോദിച്ചു. വേറെ പണിയില്ലെന്നും പറഞ്ഞ് 2 വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ല, ഇഷ്ടമില്ലാത്തടത്ത് നിർത്തുന്നതിനേക്കാൾ ദൈവം സഹായിച്ച് ഇങ്ങനെയുള്ള ചിട്ടയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിവൃത്തികേടാണെങ്കിൽ അങ്ങനെ ആക്കാൻ ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കളെ കൊണ്ടുപോയി തള്ളിയിട്ട് അവരുടെ അനുഗ്രഹം അവസാനം ആ സ്ഥാപനം നടന്നവർക്കും അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ഹോം നേഴ്സുമാർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകണേ. മരിക്കാൻ നേരം കൂടെയുള്ളത് ഹോം നേഴ്സാണ്. അപ്പോൾ അനുഗ്രഹം കിട്ടുന്നത് അവർക്കാണ്. അവരുടെ പല കുടുംബങ്ങളും രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെല്ലാം വലിയ ബിസിനസ്സുകാരായൊക്കെ മാറുന്നുണ്ട്. ആ ബിസിനസ് തന്നെ വലിയ രീതിയിൽ ജോലിക്ക് നിന്നവർ പിന്നെ ഇങ്ങനത്തെ ബിസിനസ് നടത്തി നല്ല വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ യെശയ്യാ 46:9 പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അവിടെ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അതായത് ആളുകൾ നമുക്കെതിരെ ചെയ്തതോ വിലകെട്ടതോ അൾസറൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മൂർച്ചയുള്ള വെറുപ്പില്ലേ, ട്യൂമർ ക്യാൻസറൊക്കെ ആയിട്ട് മാറും. അഡ്രിനാലിൻ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ആകും. അതുപോലെ മറ്റ് ഹോർമോണുകൾ എല്ലാം ഒരു ബാലൻസ് തെറ്റും. അപ്പോഴാണ് ടെസ്റ്റ് ചെയ്താലും കാണത്തില്ല എന്ന രോഗമുണ്ട്, ചികിത്സിച്ചിട്ടും മാറ്റമില്ല, ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം മാറണമെങ്കിൽ വെറുപ്പ് മാറ്റണം. അതുകൊണ്ടാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയും വേണ്ട, ഇനി ഓർത്താൽ തന്നെ പരിഗണിക്കുകയും വേണ്ട. വിട്ട് കളയാനുള്ള മനസ്സോടെ പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞേക്കുക. കൊടിയ വെറുപ്പ് വേണമെന്നല്ല, ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. അവിടെ നിന്ന് നമ്മളെ ശിക്ഷയ്ക്ക് തള്ളിക്കളയൊന്നുമില്ല. യോഹന്നാൻ 3:17 ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യേക അവൻ വഴി ലോകം രക്ഷപ്പെടാനാണ്. എന്ത് തെറ്റാണെങ്കിലും ലോകം ക്ഷമിച്ചില്ലെങ്കിലും ദൈവം നമ്മളോട് ക്ഷമിക്കും. യേശു നമ്മളോട് കരുണ കാണിക്കും. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് ഭൂമിയിൽ പുൽക്കൂട്ടിൽ വന്ന് ജാതനായത്. റോമ 8:1 യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമ 8:31 മുതൽ 33 വരെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? ജീവനോ വാളോ അധികാരങ്ങളോ പട്ടിണിയോ ഇപ്പോഴുള്ളവയോ വരുവാനിരിക്കുന്നതോ ഒന്നും കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നമ്മെ അകറ്റുകയില്ല. അതുകൊണ്ട് അവർ മിണ്ടണില്ലെങ്കിൽ മിണ്ടണ്ട. ഒരാൾ ഇതുപോലെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം തരാത്തവരാരും എനിക്ക് തരണ്ട, ദൈവം പറയാത്തവരാരും എൻ്റെ അടുത്ത് വരണ്ട. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കെട്ടഴിഞ്ഞ് മാറ്റങ്ങളുണ്ടായി, വരാനും തുടങ്ങി, മാറാനും തുടങ്ങി, കൊടുക്കാനും തുടങ്ങിയ മാറ്റം ഉണ്ടായ ആ സന്ദർഭം. അതുകൊണ്ട് അപ്പം തന്നില്ല, അമ്മ തന്നില്ല, വീട്ടുകാർ തന്നില്ല, വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, ദൈവം തരാത്തത് ആരും തരണ്ട, അല്ലെങ്കിൽ ദൈവം പറയാത്തവരാരും എൻ്റെ അടുത്ത് വരണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചോ, തന്നെ കെട്ടഴിഞ്ഞ് വരും. അനുഗ്രഹിച്ച് ക്ഷമിച്ചു പ്രാർത്ഥിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ യെശയ്യാ 46:9 പറയുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ വൃത്തികെട്ട വിലകെട്ട കാര്യങ്ങളോ ആൾക്കാർ നമുക്കെതിരെ ചെയ്തതോ നമ്മളെ കഷ്ടപ്പെടുത്തിയതോ ചതിച്ചതോ അല്ല, ഓർത്തുകൊണ്ടിരിക്കാനല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴും ദൈവം നമ്മുടെ ആത്മാവിനെ നിലനിർത്തി. നമ്മൾ മരിച്ചു പോയില്ല, അല്ലെങ്കിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും അപകടം എല്ലാം വന്നിട്ടും ദൈവം ആയുസ് തന്നു. നമ്മുടെ ഒപ്പമുള്ള എത്രയോ പേര് പോയി കഴിഞ്ഞു. ഓർമ്മയില്ലേ സുനാമിയും കോവിഡും പ്രളയമൊക്കെ പഠിപ്പിച്ച പാഠങ്ങൾ? ശവപ്പറമ്പായിരുന്നു, എന്തു വലിയ കഷ്ടനഷ്ടങ്ങളായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ ജീവനോടെ ഇരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതുപോലെ ഓരോ കാര്യങ്ങളും പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ യേശുവേ
യേശുവേ. അതുകൊണ്ട് യേശുവിൻ്റെ നാമം നമ്മുടെ ഹൃദയത്തിൽ. നിന്നെപ്പോലെ ആരുമില്ലേ അല്ലേ? പാട്ടിൻ്റെ വരികളിലൊക്കെ ഇങ്ങനെ എല്ലാം കേൾക്കും. ഇതിലെ കൂടെ കേട്ട് നമ്മൾ അതിലെ കൂടെ വിടും. നമുക്ക് വേണ്ടി ആയതല്ല. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരലോക നായകൻ ദൈവം, സൗഖ്യദായകനായ ദൈവം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. അവൻ വാക്കു മാറുകയില്ല, അതാ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഇതാ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തണ്ട. ദൈവം വാക്കു മാറുകയില്ല. അവൻ തരുമെന്ന് പറഞ്ഞാൽ, ചെയ്യുമെന്ന് പറഞ്ഞാൽ, മാറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിത്തരും. ശത്രു മിത്രമായി മാറും. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, ആത്മാവ് നിറയും. ന്യായാധിപന്മാർ 15:14. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂൽ പോലെ അറ്റുവീണു, കെട്ടുകൾ പൊട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തെ ആരാധിക്കണം. പുറപ്പാട് 23, 24, 25, 26 വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗം നീക്കിക്കളയും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളെ ഞാൻ ആശീർവദിക്കും. വേണ്ട എല്ലാത്തിൻ്റെ മേൽ ഇങ്ങനെ ഗ്രേസ്, കൃപ വരും, സമൃദ്ധി വരും. നിൻ്റെ കാര്യം മാത്രം നടക്കാനല്ല. വിശപ്പിൻ്റെ വിളിയാ, എന്താണെന്ന് വെച്ചാൽ അതേ കൊണ്ടുപോയി കൊടുക്ക്. ആവശ്യമുള്ളവർക്കൊക്കെ കൈയഴിഞ്ഞ് കൊടുക്ക്. പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. നന്മകൾ ചെയ്യാൻ തക്ക രീതിയിൽ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. വചനം കൊടുക്കെങ്കിൽ വചനം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ വന്ന വ്യക്തിയെ വചന പ്രഘോഷകനാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ആത്മഹത്യാപരമായ അവസ്ഥയിൽ കിടന്ന കുടുംബത്തെ ദൈവം അനേകര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കാൻ തക്ക രീതിയിൽ മാറ്റം വരുത്തും. അതുകൊണ്ടാണ് ജെറമ്യാ 31:16 കരച്ചിൽ നിർത്തി കണ്ണീർ തുടക്കും, നിൻ്റെ ഭാവി പ്രത്യാശ ഭരിതമാണ്. മകനോർത്ത് കരഞ്ഞു നടന്നിരുന്ന ഓടാത്ത സ്ഥലമില്ല ഒരമ്മ. ഞാൻ ആത്മനാഥം എന്ന് പറഞ്ഞ ഇപ്പോൾ യൂട്യൂബിൽ വചനം ഇടുന്നത് പോലെ കുറേ വർഷം ആത്മനാഥം എന്ന് പറഞ്ഞ 2 ഷീറ്റ് 4 പുറം ഒരു പത്രം ഉണ്ടായിരുന്നേ, ഇറക്കുമായിരുന്നേ. അതിലിങ്ങനെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കും എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങോടുകൂടി ഒരു ലേഖനം കൊടുത്തു. ഈ വചനമാണത്. അപ്പോൾ നമ്മുടേതായിട്ടൊന്നുമില്ല, ദൈവവചനങ്ങൾ ചേർത്തെഴുതിയ ലേഖനങ്ങളാണ് അന്നുള്ളത് ഇന്നുള്ളത്. ആ ജെറമ്യാ 31:16 കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കും, നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഈ പേപ്പർ കൈ കിട്ടിയപ്പോൾ ആ അമ്മക്ക് ഇത് എനിക്കുള്ളതാണ്, എൻ്റെ മകന് വേണ്ടിയുള്ളതാണ്. ഇതാ അലഞ്ഞു തിരിയുന്ന സ്വഭാവം, വാൻഡറിങ്, എല്ലാം തല്ലി തകർക്കുന്ന സ്വഭാവം, ലക്ഷ്യബോധമില്ല, അന്വേഷിച്ചിട്ട് ജോലിയും കിട്ടുന്നില്ല. ഇവൻ്റെ ഒപ്പമുള്ളവരെല്ലാം രക്ഷപ്പെട്ടു പോയി. ആ പക മുഴുവൻ വീട്ടുകാരുടെ പുറത്ത്. വീട്ടുകാരാണെങ്കിൽ ഇവ മാത്രം ഇങ്ങനെയൊന്നും പറഞ്ഞ് തമ്മിക്കുത്തും പ്രശ്നങ്ങളും. ഇന്ന് അതെല്ലാം കടങ്കഥ പോലെ, സ്വപ്നം പോലെ ആയിത്തീർന്ന് എത്തേണ്ട വഴികളിലെത്തി, വഴികൾ തുറന്നു കിട്ടി, സന്തോഷ സമാധാനമായിട്ട് ദൈവത്തെ മറിഞ്ഞ് ജീവിക്കാൻ ദൈവം ഇടപെടുത്തു. ഇങ്ങനെ എത്ര സംഭവമാണ്. അപ്പോൾ പ്രഭാഷകൻ 2:10 പറയുന്നുണ്ട്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? എത്ര ചോദ്യമാണ് അല്ലേ? കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. ചിന്തിച്ചിട്ടാ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്, ഉപേക്ഷിക്കപ്പെട്ട, അല്ല നിരാശരായിത്തീർന്ന? അതുപോലെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? എബ്രായർ 13:5-6 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഒരു വിധത്തിൽ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്, നമ്മളെ ഒരു വിധത്തിലും അവഗണിക്കാത്ത ഒരു ദൈവമാണ്. ഈ ബോധ്യം, ഈ വചനങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് കേട്ട ഈ വചനങ്ങളെല്ലാം നമ്മളെ നയിക്കട്ടെ. മറന്നു പോകരുത്. 2 Corinthians 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതുപോലെ നമ്മൾ കേട്ട വചനങ്ങൾ സങ്കീർത്തനം 65:11 സംവത്സരങ്ങളെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. വർഷങ്ങളെ തന്നെ പോലെ തന്നെ ആ വർഷങ്ങളിൽ ജീവിച്ചിരിക്കാനും ആ വർഷങ്ങളിൽ ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ഉത്കണ്ഠ ആവുലതയും മൂലം നമ്മിലോട്ട് അത് എത്തിച്ചേരുന്നില്ല, നമുക്കത്
നടക്കൊന്നുമില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ എത്ര വർഷമായി ഇത്രയും വർഷമായിട്ട് നടന്നില്ല, അങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയുക. ഇതെല്ലാം നടക്കും, ഇന്ന് തൊട്ട് മാറ്റം വരും, അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലേക്ക് വാ, ഒരു കുമ്പസാരത്തിലേക്ക് വാ, കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കും, ഒരു ധ്യാനം കൂട്, തന്നെ അവൻ്റെ കെട്ടുകൾ അഴിക്കുക. യോഹന്നാൻ 11:44 കെട്ടുകൾ അഴിയും. എവിടെയാ ഫോൾട്ട്, എവിടെയാ കുറവ്, എന്താണ് കർത്താവ് കാണിച്ചു തരും. അപ്പം നിയമാവർത്തനം 11:12 വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇച്ചിരി വലിയൊരു വീഡിയോ ആണ്, പക്ഷേ ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുക. ഒറ്റ പ്രാവശ്യം കേട്ടോണ്ട് മനസ്സിലായില്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം, എന്നോട് ചിലരൊക്കെ പറയും ബ്രദർ 5, 6 പ്രാവശ്യം ഞാൻ തന്നെ കേട്ട്, അല്ലെങ്കിൽ 2, 3 പ്രാവശ്യം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും അവർക്ക് വന്നിട്ടുണ്ട്. വചനം ഇങ്ങനെ തങ്ങി നിൽക്കണ്ടേ, അത് വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് കാര്യമില്ലല്ലോ. പറയുന്നത് മുഴുവൻ വചനവും വചനസംബന്ധമായ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ചേർത്താണ് ഈ ശുശ്രൂഷ തന്നുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ബ്രദറെ നോക്കിയിരിക്കണേ അടുത്ത എപ്പിസോഡ് കിട്ടാൻ വേണ്ടി എന്നും പറഞ്ഞിട്ട്. ചിലരിങ്ങനെ സ്കിപ്പാക്കി പോകും, എങ്ങും തൊടാതെ. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ വചനം ആത്മാർത്ഥമായിട്ട് കേൾക്കുക, നോട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേൾക്കുക. കാരണം പട്ടുവ്യാപാരിയായ ലിദിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നപ്പോഴാണ് അവൾക്ക് വചനം ഗ്രഹിക്കാനായിട്ട് പറ്റിയത്. അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടെ നിന്ന് അതിനെ റോമ 15:13 പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. റോമ 15:13 ഫിലിപ്പിയർ 3:13 അതും 13 തന്നെയാണ്. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അതുകൊണ്ട് പിന്നിലുള്ളവയൊക്കെ വിടാം. ഈ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ഒരുങ്ങി ഈ ദിവസങ്ങളിലെല്ലാം ദാഹിച്ചു പ്രാർത്ഥിച്ച് കിട്ടിയ വചനങ്ങളാണ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ഈ പുതുവർഷം തുടങ്ങുന്നതിന് മുമ്പേ ഇതിങ്ങനെ ഉള്ളിലിട്ട് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറാക്കിയ ആ ഒരു കൂട്ടെന്നൊക്കെ പറയുന്നത് പോലെ, ഒരു മരുന്നെന്നൊക്കെ പറയുന്ന പോലെ ആ വചനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഏശയ്യാ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പക്ഷേ ഏശയ്യാ 46:9 പറയുന്നുണ്ട്. 46:9 പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. നോക്കിയേ, പണ്ടേ മരിച്ചുകൊണ്ട പല സാഹചര്യം ഉണ്ടായി, പണ്ടേ താഴ്ന്ന് തകർന്നു പോകേണ്ടതായിരുന്നു. അവിടെ നിന്ന് ദൈവം ഈ കുടുംബത്തെ പൊക്കിയെടുത്തു, അല്ലെങ്കിൽ നിങ്ങളെ പൊക്കിയെടുത്തു, ജീവൻ തിരിച്ചു തന്നു. വിചാരിച്ച വഴികൾ മുടങ്ങിപ്പോയപ്പോൾ വിചാരിക്കാത്ത വഴികൾ ദൈവം മുന്നിൽ തുറന്നു തന്നു, ദൈവം മുന്നിൽ അവതരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര നമ്മളിന്ന് വിദൂരത്തായിരുന്ന പല കാര്യങ്ങളും ദൈവം ഒരുക്കി അനുഗ്രഹിച്ച് തന്നു. കണ്ണീര് മാത്രമായിരുന്ന കാര്യങ്ങൾക്ക് ആനന്ദത്തിൻ്റെ കണ്ണുനീരാക്കി തമ്പുരാൻ അത് മാറ്റി. ജെറമിയ 31:16 പറയുന്നുണ്ട്, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കും, നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. പ്രഭാഷകൻ 2:10 കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. ഇതാ നമ്മുടെ പൂർവ്വ തലമുറകൾക്ക് പലർക്കും കാണാനോ കേൾക്കാനോ പറ്റാത്ത എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് ഈ തലമുറയിൽ തന്നിരിക്കുന്നത്. ഇതുപോലെ വചനം കേൾക്കാനൊക്കെ എത്രയോ കൊതിയും ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു. അതുപോലെ പല അനുഗ്രഹങ്ങളും പല ഭൗതികമായ കാര്യങ്ങളും ദൈവം നമ്മുടെ കാരണവന്മാർക്കൊന്നും കാണാനോ അല്ലെങ്കിൽ കാണുന്നതിന് മുമ്പ് പോകേണ്ടി വന്നു, വെളി കിട്ടി. അപ്പം നമുക്ക് ദൈവം നമ്മളിങ്ങനെ ഇരുത്തിയിരിക്കുക, പല നന്മകളും തന്ന് പല നന്മ പ്രവൃത്തികളും ചെയ്യാൻ വേണ്ടി. അതാണ്, അതും കൂടെ ഓർമ്മ വേണം. കർത്താവിൻ്റെ ഭക്തർ ആരാണ് പരിത്യക്തരായത്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്. അപ്പോൾ ഈ വചനങ്ങളെല്ലാം, ഈ കേട്ട ഈ വചനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ സബ്ബായിട്ട് പല വചനങ്ങളും ഒക്കെ ഏശയ്യാ 45:2-3, ഏശയ്യാ 43:1-4 വരെ ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ ആ ദൈവം വാരി വിതർന്നതുപോലെ തമ്പുരാൻ തന്നതെല്ലാം ഷെയർ ചെയ്തു. ഈ വചനങ്ങൾ കേട്ടു. പ്രഭാഷകൻ 42:15 അതെല്ലാം വന്നു. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ മനസാക്ഷിയും കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെയൊക്കെ ഇതിങ്ങനെ തങ്ങി നിന്ന് ശുദ്ധീകരിക്കും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ടേപ്പ് റെക്കോർഡൊക്കെ ഉണ്ടായിരുന്ന അന്നത്തെ, അത് കഴിഞ്ഞ് പിന്നെ CD ആയി. അപ്പോൾ ഇങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ട് വരുമ്പോൾ ആ മേടിച്ചുകൊണ്ട് വരുന്ന പ്രസംഗങ്ങളുടെ ക്യാസറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കേൾക്കും. പണ്ട് തെറിയും വഴക്കും ബഹളവും മാത്രം ഉണ്ടായിരുന്ന, കലഹവും തകർച്ചയും രോഗവും മാത്രം ഉണ്ടായ കുടുംബത്തിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്നും ശാപവും തെറിയും തകർച്ചയും പൈശാചി വിടകളെല്ലാം പടിയായിട്ട് വിട്ടുപോയി. അപ്പം നിങ്ങൾ ഈ കുടുംബത്തിൽ, നിങ്ങളിപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ കിടപ്പുമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതവിടെ ഇങ്ങനെ തങ്ങി നിന്ന് നമ്മളിൽ മാത്രമല്ല ആ പരിസരത്തെല്ലാം ഇങ്ങനെ തങ്ങി നിന്ന് അതവിടെ അങ്ങനെ
പ്രവർത്തിക്കാൻ മാംസം ധരിക്കാനായിട്ട് തുടങ്ങും. കുടുംബത്തിൽ ദൈവത്തിനും വചനത്തിനും പ്രാർത്ഥനയ്ക്കും ഇഷ്ടമില്ലാത്ത എതിരുള്ളവരൊക്കെ ഉണ്ടാകും. അവരിലേക്കെല്ലാം ഈ വചനം അങ്ങോട്ട് കയറിക്കോളും. നമുക്കറിയില്ല, അത് കയറും. കാറ്റ് പോലെയാണെന്നാണ് ഈശോ പറഞ്ഞത് അല്ലേ. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ യോഹന്നാൻ്റെ സുവിശേഷം 3 എവിടേക്ക് പോകുന്നെന്നോ നമുക്ക് അറിഞ്ഞില്ല. റൂഹ അല്ലേ, പരിശുദ്ധ റൂഹ തമ്പുരാനെ സുതരിൽ എഴുന്നള്ളി വരണേ. അതുകൊണ്ട് നമ്മളിലും മക്കളിലും കുടുംബത്തിലും തലമുറ മുഴുവനിലും ഇത് എഴുന്നള്ളി വരും. വചനം ഇങ്ങനെ കറങ്ങി അടിക്കും, വീശി അടിക്കും. നമ്മളിവിടെ ഇരിക്കണമെങ്കിൽ വിദേശത്താ, ദൂര സ്ഥലത്താ, കെട്ടിച്ചുവിട്ട വീട്ടിലാ, ജോലി സ്ഥലത്താ, യാത്രയിലാ, വാഹനത്തിലാ, മദ്യഷാപ്പിലാ, എവിടെ ആയിക്കോട്ടെ അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ ഈ വചനം 147:15 സങ്കീർത്തനം 140 പായുന്ന വചനത്തിൻ്റെ ശക്തി കടന്നു ചെല്ലും. ഈ വചനം മസ്കറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ അവിടെ ഇരിക്കുന്നത് പക്ഷേ എറണാകുളത്തുള്ള 9 വർഷമായിട്ട് വിൽക്കാൻ പറ്റാത്ത കച്ചവട പാമ്പാണ്, സർപ്പമാണ്, ചെകുത്താനാണ്, പന്നവരെല്ലാം പറഞ്ഞ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന മുടക്കി വിട്ട കാര്യം ഇങ്ങോട്ട് വന്ന് ഏതാണ്ട് 6 ദിവസത്തെ ലീവിനോ മറ്റോ വന്നിട്ട് മുഴുവൻ റെഡി ക്യാഷായിട്ട് കിട്ടി കച്ചവടം നടന്ന് പോയി. പ്രൈസലോ. അതിനാവശ്യമുള്ള ആൾക്കാരെ തമ്പുരാൻ കൊണ്ടുവന്നു. അതുപോലെ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോൾ അതിലെ വീടിൻ്റെ അടുത്ത് റോഡുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് കള്ളനോ വല്ലതുമാണെന്ന് അവരോർത്ത അങ്ങനെ മോക്കടെ കല്യാണം നടന്നു. കല്യാണം കൊണ്ടുവന്നതാണ്. ഈ ഭാഗത്ത് വല്ലയിടത്തും പെൺപിള്ളേരുണ്ടാ അല്ലെങ്കിൽ കല്യാണപ്രായവരുണ്ടാന്നും പറഞ്ഞ് അകത്തൊന്നും കയറ്റില്ല, പുറത്ത് തന്നെ നിർത്തി വർത്താനം പറഞ്ഞു വിട്ടു. അയാൾ പിന്നെ വരുമെന്നൊന്നും ഓർത്തില്ല. കല്യാണാലോചനയായിട്ട് വന്നു, കല്യാണം നടന്നു. പ്രൈസലോ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. വീടില്ലാത്തവർക്ക് വീടുണ്ടായ അത്ഭുതം. 30 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചതാണ്. ഇത് ആ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ വിഷമിച്ചിരുന്ന നാളുകൾ ഒത്തിരി ആയിരുന്നു. പക്ഷേ ഒരു നയാ പൈസ കയ്യിലില്ലാത്ത സമയത്ത് ഇങ്ങനെ യൂട്യൂബിൽ കൂടെ വചനം കേട്ട് ഹഗായി 2:1-9 വചനം വെച്ച് 2:1-9 ഹഗായി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കിട്ടി. മക്കൾക്ക് 2 പേർക്കും ജോലി കിട്ടി. അപ്പനും അമ്മയും വന്ന് വചനം കേട്ടു. 2 മക്കൾക്കും MBA ബിടെക്കും ജോലിയില്ലാതെ വിഷമിച്ച കുടുംബത്തിൽ നിന്ന്. പ്രൈസല്ലോ. 2.5 വർഷമായിട്ട് ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി ഇനി മടുത്ത് പോണില്ലെന്നും പറഞ്ഞ്, നടക്കാൻ പോണില്ലെന്നും പറഞ്ഞ്, ബാങ്കിലെ തടസ്സമോ ആ തടസ്സമോ ഈ തടസ്സവും പേപ്പറിൻ്റെ തടസ്സവും. പക്ഷേ വചനം കേട്ടിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇത്രയും നാൾ 2.5 കൊല്ലമായിട്ട് നടന്നിട്ടും കറങ്ങിയിട്ട് നടക്കാത്ത കാര്യം വചനം കേട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചടപടാന്നും പറഞ്ഞ് റെഡിയായി. എത്തേണ്ട അടുത്ത് എത്തി. ഇപ്പോൾ PR കിട്ടി. ദൈവത്തിന് നന്ദി, ഹല്ലേലൂയ. ഇങ്ങനെ പല പല കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് ആത്മീയ കാര്യമോ ഭൗതിക കാര്യമോ ഏത് കാര്യമാവട്ടെ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് ഇതുവരെ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇപ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ കണ്ണുനീർ തുടക്കും, അത്ഭുതം നടക്കും. നിങ്ങളൊരു അനുഗ്രഹമായി മാറും. വചനം കേട്ട് ആ അഭിഷേകം നിറഞ്ഞ് ഇതാ വചനം നമ്മളിൽ മാംസം ധരിച്ച്. അതുകൊണ്ട് അതിനുള്ള വിശ്വാസം തരണമേ, പ്രാർത്ഥനാരൂപി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദം കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെറുതും വലുതും 1 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 52-55 മിനിറ്റ് അടുത്തായി. അപ്പോൾ വലുത് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. കാരണം എല്ലാവർക്കും കാണാൻ പെട്ടെന്ന് കേട്ട് തീരാൻ. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രേരണ കിട്ടിയത് കൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇത്രയും സമയമുള്ളൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അത് അനേകർക്ക് ഉപകാരപ്പെടും. വരും കാലങ്ങളിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം പ്രേക്ഷിത വേലയിൽ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ്. ഇവിടെ കൂട്ടായ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ടീമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും പാലാരിട്ടം YMCA പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ 10:30 മുതൽ 12 വരെ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. മറ്റന്നാൾ ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ് രാവിലെ 10 മണി മുതൽ 11 മണി വരെ. അങ്ങനെ പ്രോഗ്രാം, ഈ വർഷത്തെ പ്രോഗ്രാമുകൾ ഇങ്ങനെ ആരംഭിച്ചിരിക്കുക. 2ാമത്തെ ശനിയാഴ്ച YMCAയിൽ നമ്മുടെ ശുശ്രൂഷ ഉണ്ട്. ഇങ്ങനെ കർത്താവ് ഒരുക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. കളിക്കാരൻ്റെ കാലിലെ പന്ത് പോലെ അങ്ങനെ തമ്പുരാൻ ഉപയോഗിക്കുന്നു. നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, തമ്പുരാൻ ഉപയോഗിക്കും. മറക്കരുത്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ജെറമ്യാ 29:11 ഒരു പദ്ധതിയുണ്ട്.
ഞങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കും, അത്ഭുതം നടക്കും. നിരാശയും മടുപ്പും എല്ലാം കളയുക, പ്രത്യാശയോടെ ദൈവമേ നന്ദി എന്നും പറഞ്ഞ് മുന്നോട്ട് പോവുക, ക്ഷമിക്കുക, പൊറുക്കുക, മാറ്റം വരുത്തുക, പുത്തൻ ചൈതന്യത്തിൽ ജീവിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ നമ്മുടെ ഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നടക്കണം കേട്ടോ. പുതുവർഷത്തിലെങ്കിലും അതൊന്ന് പരിശീലിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നെല്ലാവരോടൊന്ന് പറയുക. നന്ദി പറയേണ്ട കാര്യങ്ങളിൽ നന്ദി കൊടുക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.